നേരിടുന്ന ഒരു മത്സ്യ സമ്പത്തിൽപ്പെട്ട ഒന്നാണ് ഇത്. അതുകൊണ്ടാണ് ഈ മത്സ്യത്തിന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതിന്റെ വലുപ്പം നോക്കൂ, എത്ര വലുതാ. അപ്പൊ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആരാന്നറിയോ? നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട കുമാരി സരിത കെയാണ്. അപ്പൊ നമുക്ക് ഇതെന്താ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ് അല്ലെ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാനാണ് ജിതിൻ ചേട്ടൻ വന്നുള്ളത്. ഇത് 40 അടിയോളം നീളവും 20-21 അടി ടണ്ണ് ഭാരവുമുള്ള ഒരു മത്സ്യമാണിത് അല്ലെ. അറിയോ? നിറയെ പുള്ളികളൊക്കെ ഉള്ളത് അല്ലെ. ഇത് പരിചയപ്പെടുത്തി എങ്ങനെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഇത് ജീവിക്കുന്നത് എന്നും എങ്ങനെയാണോ ഇത് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വംശനാശ ഭീഷണി നേരിടുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കൂടുതൽ അറിവ് പകർന്നു തരാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടി ഒരുക്കിയ ഇവർക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ. അപ്പൊ ഔപചാരികമായ ആ പോസ്റ്റർ പ്രകാശനവും അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ജീവികളെയാണ് നമ്മള് സസ്തനി എന്ന് പറയാം. ആണോ? ആണോ അല്ലയോ? നിങ്ങളുടെ അമ്മമാര് നിങ്ങൾക്ക് പാല് തന്നിട്ടില്ലേ? അതുപോലെ തിമിംഗലത്തിന്റെ കുട്ടികളെ പാല് കൊടുക്കുന്നു. അപ്പൊ അതിനൊരിക്കലും നമ്മള് മീനെന്ന് പറയില്ല. അതിന് നമ്മള് മീനെന്ന് പറയില്ല. അപ്പൊ ലോകത്തിലത്തെ ഏറ്റവും വലിയ മീൻ ഏതാ? ഷാർക്ക്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഷാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തരം ഷാർക്കുകളില്ലേ? അപ്പൊ നിങ്ങൾ ഷാർക്ക് എന്ന് മാത്രം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. അതിന്റെ മുൻപില് നമ്മൾ വേറൊരു വാക്കും കൂടി ചേർക്കണം. തിമിംഗലം. തിമിംഗലം എങ്ങനെയാണ് മീനാകുന്നേ? തിമിംഗലം സ്രാവ്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ ലോകത്തിലത്തെ ഏറ്റവും വലിയ മീൻ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞേ തിമിംഗല സ്രാവ്. മനസ്സിലായോ? ഇനി